ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ദേവീനെ ആരും കാണാതെ പോയിരിക്കുകയാണ് മീനാക്ഷി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കണ്ടു കഴിയുമ്പോഴേക്കും നമ്മുടെ ഗോമതിക്ക് സംശയമൊക്കെ തോന്നുന്നുണ്ട്, മീനാക്ഷി എന്തൊക്കെയോ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന്. ഗോമതി ഒന്ന് നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് പോവാണ് ചെയ്യണത്. ശേഷം മീനാക്ഷി വിചാരിക്കുകയാണ് ആനന്ദേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ എന്ന് വിചാരിക്കേണ്ട. ആനന്ദിനോട് പറയേണ്ട, ആനന്ദേട്ട ദേവിയെടുത്ത് എത്രമാത്രം ആനന്ദേട്ടനെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് ആനന്ദേട്ടന് നന്നായിട്ട് അറിയാലോ. ദേവിയെടുത്ത് സത്യം പറഞ്ഞാൽ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ല. സ്വന്തം അച്ഛനും അമ്മയുടെയും തെറ്റ്, അത് തെറ്റായിട്ട് ദേവിയെടുത്തേക്ക് കാണാൻ സാധിച്ചില്ല. അതൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ ആ പാവം ഒരു കള്ളം പറഞ്ഞപ്പോൾ ആ കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പല കാരണങ്ങളും പിന്നീട് പറഞ്ഞത്. അതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത്. ആനന്ദേട്ടനൊന്ന് ക്ഷമിച്ചൂടെ? ദേവിയെടുത്തിനെ വീണ്ടും ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നൂടെ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ആനന്ദ് മീനാക്ഷിനെ കൊന്നില്ലെന്നേ ഉള്ളൂ. മീനാക്ഷി അടുത്ത് പറയണ്ട, നോക്ക് മീനാക്ഷി, അവളുടെ കാര്യം ഇനി എന്നോട് പറയണ്ട. എനിക്ക് അവളുടെ പേര് കേൾക്കാൻ തന്നെ താല്പര്യമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ദേവി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എൻ്റെ ജീവിതത്തിലില്ല. അവൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ചെയ്യാൻ തന്നെയാണ് ഞാനിപ്പോൾ പോണത്. ഇത് കേൾക്കുന്ന നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അല്ല ആനന്ദേട്ടൻ എന്ത് ചെയ്യാൻ പോണെന്നാ പറഞ്ഞത്? അല്ല എന്ത് കാര്യം ആനന്ദേട്ടൻ പറയുന്നത്? അതൊക്കെ എല്ലാവർക്കും വഴിയാ മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് പോവാണ് ചെയ്യണത് കേട്ടോ. അപ്പൊ മീനാക്ഷിക്കൊന്നും മനസ്സിലാവില്ല ആനന്ദ് എവിടെയാ പോണത്. പക്ഷെ ആനന്ദ് പോണത് ഒരു വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ്, ഡിവോഴ്സിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വക്കീലിനെ കണ്ടിട്ട് വിവാഹബന്ധം വേർപിടുന്ന കാര്യങ്ങളൊക്കെ ആനന്ദ് ചെയ്തു കേട്ടോ. അത് നമ്മുടെ ദേവിയുടെ കയ്യിലേക്ക് കിട്ടുന്ന ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോണത്. അങ്ങനെ ദേവി വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ്മാൻ വരാണ്. കൈപ്പറ്റേണ്ട, അതായത് ദേവി ഒപ്പിട്ട് വാങ്ങേണ്ട ഒരു സംഭവം ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും ഇതെന്താണാവോ സംഭവം, ഇനി വല്ല മണി ഓർഡർ ആണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഉദയഭാനു. ഇത് ആരാണാവോ എൻ്റെ മോൾക്ക് മണി ഓർഡർ കൊടുക്കുന്നത്? എന്താണാവോ സാധനം, എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ ശ്രീകലയും ഉദയഭാനുവും ഒക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ വക്കീൽ നോട്ടീസ് നമ്മുടെ പോസ്റ്റ്മാൻ ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ദേവി അത് വായിച്ചു നോക്കുമ്പോഴേക്കും ദേവി ഷോക്കായി പോവാണ്. അത് കാണുമ്പോൾ ഉദയഭാനും ശ്രീകലയും ചോദിക്കണ്ടേ, എന്താ മോളെ, എന്താ കാര്യം, എന്താ ഇതിൽ എഴുതിയിരിക്കണത്, എന്താ സംഭവം ചോദിക്കുമ്പോൾ, നിങ്ങളൊക്കെ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കാൻ വേണ്ടി പോവാം. ആനന്ദേട്ടൻ ഞാനായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താൻ വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണിത്. ഈ മാസം 16 കോടതിയിൽ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടുള്ള വക്കീൽ നോട്ടീസാണിത് എന്ന് പറയണം. അപ്പോഴേക്കും സ്ത്രീകളെയും ഉദയഭാനൊക്കെ തകർന്നു പോട്ടെ. ഈശ്വര, അവൻ പറഞ്ഞ പോലെ ചെയ്തല്ലോടി മോളെ, പിന്നെ നിങ്ങളെപ്പോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുമെന്ന് തോന്നിയോ? ആനന്ദേട്ടൻ ഒരു കാര്യം തീരുമാനിച്ച പോലെയാ. നിങ്ങൾ രണ്ടുപേരും നോക്കിക്കോ. ആനന്ദേട്ടൻ എങ്ങാനും എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ദേവി ജീവനോട് ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ എനിക്ക് ജന്മം തന്നു, നിങ്ങൾ തന്നെ എന്നെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ദേവി അകത്ത് പോയിട്ട് പൊട്ടിക്കറിയാട്ടോ. ശേഷം ദേവി വേഗം തന്നെ മീനാക്ഷിനെ വിളിക്കുന്നുണ്ട്. മീനു, നീ ഓഫീസിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എടുത്തി, ഞാൻ ഓഫീസിലാ. എന്താ എടുത്തിന്ന് ചോദിക്കുമ്പോൾ, മീനു നീ വൈകിട്ട് ഒന്ന് ഇവിടം വരെ വരാവോ? അതേ എടുത്തി, പ്ലീസ് മീനു ഒന്ന് വരാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതേ എടുത്തി എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ടെങ്കിലും ശരി എടുത്തി, അത്യാവശ്യമാണെങ്കിൽ ഞാൻ എന്തായാലും വരാമെന്ന് മീനാക്ഷി പറയാട്ടോ. അങ്ങനെ വൈകിട്ട് നമ്മുടെ മീനാക്ഷി ദേവിനെ കാണാൻ വേണ്ടി ദേവിയുടെ വീട്ടിലേക്ക് പോവാണ്. ദേവി ആകെ വിഷമിച്ചിരിക്കാട്ടോ. അപ്പോൾ സ്ത്രീകളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി എന്താ പ്രശ്നം? ദേവിയുടെ അടുത്ത് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞല്ലോ, എന്തിനും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ദേവി തന്നെ പറയും, അവൾ റൂമിലുണ്ട് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ മീനാക്ഷി ദേവിയുടെ റൂമിലേക്ക് പോകുമ്പോൾ ദേവി ആ വക്കീൽ നോട്ടീസ് നമ്മുടെ മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ. മീനാക്ഷി അത് വായിക്കുമ്പോൾ ഞെട്ടിപ്പോകാണ്. മീനാക്ഷി പറഞ്ഞു, ദേവിയെടുത്തി ഇത് വക്കീൽ നോട്ടീസ്? അതെ, വിവാഹം ബന്ധം വേർപെടുത്തണമെന്ന് പറഞ്ഞ് ആനന്ദേട്ടൻ അയച്ച വക്കീൽ നോട്ടീസാണ്. എനിക്കിതെന്ന് രാവിലെയാണ് ഞാൻ മേടിച്ചത്. എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മീനു. ഓരോ ദിവസം ഓരോരോ പ്രതീക്ഷകളായിരുന്നു. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആനന്ദേട്ടൻ എല്ലാം മറന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയാലോ എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു മീനു എനിക്ക്. ഇനിയിപ്പോൾ ഒരു പ്രതീക്ഷയില്ല. ആനന്ദേട്ടൻ എന്നെ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല. ആനന്ദേട്ടൻ എന്നെ മറന്നു. ഇനി ഒരിക്കലും ആനന്ദേട്ടൻ എന്നെ പഴയ പോലെ സ്നേഹിക്കില്ല അല്ലേ മീനു? ഇനിയിപ്പോൾ എന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആനന്ദേട്ടൻ വേറെ വിവാഹമൊക്കെ കഴിക്കുമായിരിക്കും അല്ലേ? ദേവിയെടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? ആനന്ദേട്ടൻ അതിനൊന്നും ഒരിക്കലും സാധിക്കില്ല, ഇതൊക്കെ വെറുതെ വാശിപ്പുറത്ത് ഓരോന്ന് ചെയ്യണതാണ് എന്ന് മീനു പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ദേവി പറയണ്ടേ, ഇല്ല മീനു, ഇത് വാശിപ്പുറത്ത് ചെയ്യണമെന്നും അല്ല, ഞാൻ ഇത്രയും ദിവസം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ആനന്ദേട്ടൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ്, എന്നെ ഉപേക്ഷിക്കാൻ തന്നെയാണ് ആനന്ദേട്ടൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി പൊട്ടിക്കരയാണ്. നോക്കിക്കോ മീനു, ആനന്ദേട്ടൻ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലെന്ന് നമ്മുടെ ദേവി ഉറപ്പിച്ച് മീനാക്ഷി അടുത്ത് പറയണ്ട. മീനാക്ഷി രണ്ടും കൽപ്പിച്ച് വേഗം നമ്മുടെ ദേവമംഗലത്തേക്ക് പോവാണ്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാവോ? അമ്മ അച്ഛ നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ ആനന്ദേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത്? എന്താ മോളെ, എന്താ കാര്യം എന്ന്
ബാലൻ ചോദിക്കുമ്പോൾ ആനന്ദേട്ടൻ ഇന്ന് ഡിവോഴ്സ് നോട്ടീസ് അഴിച്ചു കൊടുത്തു ദേവിയെടുത്തേക്ക്. വിവാഹമോചന ബന്ധം വേർപെടുത്താനായിട്ടുള്ള ഒരു വക്കീൽ നോട്ടീസ് ഈ മാസം 16-ാം തീയതി കോടതിയിൽ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാ നോട്ടീസ് വന്നിരിക്കണത്. അവൻ നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് അവിടേക്ക് വരുന്നുണ്ട്. എടാ നിന്റെ അടുത്ത് ആര് പറഞ്ഞിട്ടാടാ നീ വക്കീലെ പോയി കണ്ടത്? അത് കൊള്ളാം. ഞാനും അവളും തമ്മിൽ ഒരിക്കലും ചേരാൻ പോകുന്നില്ല. ഇനി അവൾക്ക് അവളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. അതിന് ഇത് തന്നെയാ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇനി എനിക്ക് അവളുടെ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ആനന്ദ് ഉറപ്പിച്ചു പറയാണ്. ഷോ എന്താ ബാലേട്ട നമ്മളിനി ചെയ്യുക? ഇവൻ രണ്ടും കൽപ്പിച്ചിട്ടാണല്ലോ, എനിക്കൊന്നും അറിയില്ലടോ എന്നൊക്കെ പറയണം ആനന്ദേട്ടൻ. ആനന്ദിനെ പലരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനന്ദ് അതൊന്നും കേൾക്കുന്നുണ്ടോ. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിനി ദേവീനെ വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാണ് ആനന്ദ്. അങ്ങനെ ആനന്ദ് പറയുമ്പോഴും ആനന്ദിന്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് കയറി വരുവാണ്. ആനന്ദ് മുമ്പ് സ്നേഹിച്ച ആ ഒരു പെണ്ണ് തന്നെ. അവരും അവരുടെ ഭർത്താവായിട്ട് വിവാഹബന്ധം വേർപെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഇവരുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. ആനന്ദിന്റെ വീട്ടിലല്ല, ആ പെണ്ണിന്റെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഭർത്താവിന്റെ വീട് ദൂരെ എവിടെയാണ്. അപ്പൊ ആ പെണ്ണ് വീട്ടിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് പോകും. ആനന്ദും മനസ്സമാധാനത്തിന് വേണ്ടി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്. അങ്ങനെ അവരവിടെ വെച്ച് കാണുകയും പരിചയപ്പെടുകയും പണ്ടത്തെ ബന്ധം പിന്നീട് വീണ്ടും ഇങ്ങനെ ഒന്ന് തേച്ചു മിനിക്ക് വീണ്ടും ആ ഒരു ബന്ധം അവർ വീണ്ടും തുടങ്ങുകയാണ്. അപ്പൊ ആനന്ദ് ആ പെണ്ണിനെ കണ്ടത് കൊണ്ടിട്ടാണ് ദേവി അടുത്തിന് ഇപ്പൊ പെട്ടെന്ന് ഒഴിവാക്കണമെന്ന് മീനാക്ഷിയും ഇത്രക്കും മനസ്സിലാവാണ്. ഈ കാര്യം ബാലനോടും ഗോമതിയടുത്തും പറയേണ്ട. ആനന്ദേട്ടൻ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല ദേവിയെടുത്തിനെ എത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ കാരണം ഒന്നുണ്ട്. ആനന്ദേട്ടനെ ഇപ്പൊ വേറൊരാളെ ഇഷ്ടമാണെന്ന് പറയാണ്. വേറൊരാളെ ആനന്ദ് ഒരിക്കലും അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയണ്ട അതൊക്കെ മുമ്പ്. ഇപ്പൊ ആനന്ദേട്ടൻ പഴയ പോലെ തന്നെ ആനന്ദേട്ടൻ ആകെ മാറി എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. ശരിയാണ്, ആനന്ദ് ആകെ മാറും കേട്ടോ. തമിഴിൽ അങ്ങനെയാണ്, ആനന്ദിന്റെ ക്യാരക്ടർ ഇല്ലാത്ത ഒരാളായി മാറും ആനന്ദ്. അങ്ങനെ ആനന്ദിനോട് നമ്മുടെ ബാലൻ ചോദിക്കണ്ടേ, എന്താണ് കേട്ടതൊക്കെ സത്യമാണോ? നീ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ വേറെ ആരൊക്കെ ഒരു അടുപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സത്യമാണോ ചോദിക്കുമ്പോൾ അതേ സത്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പെൺകുട്ടിനെ സ്നേഹിച്ചിരുന്നു. ആ പെൺകുട്ടിക്ക് വേണ്ടത്ര ബന്ധുബലം ഇല്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ വിവാഹബന്ധത്തിന് സമ്മതിച്ചില്ല. അവളുടെ വിവാഹം ഇപ്പൊ ആകെ അവളുടെ ഭർത്താവ് അവളെ ഉപദ്രവിച്ചു, അവളെ വല്ലാത്ത രീതിയിലൊക്കെ മാനസികമായിട്ട് പീഡിപ്പിച്ച് അവളും അവളുടെ ഭർത്താവും തമ്മിൽ പിരിയാൻ വേണ്ടി പോവാണ്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അവളെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തു. ഇതുവരെ എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഇപ്പൊ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാന്ന്. അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു എൻ്റെ ജീവിതത്തിൽ വരേണ്ടത് എന്നൊക്കെ പറയണം. അങ്ങനെ ആനന്ദ് ആ ഒരു പഴയ തന്റെ കാമുകിനെ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോകുവാട്ടോ. പക്ഷെ ഗോമതി ബാലനൊന്നും അതിന് സമ്മതിക്കില്ല. ആനന്ദിന്റെ മാത്രം തീരുമാനമാണത്. തമിഴിൽ അങ്ങനത്തെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവി അതിൽ വീണ്ടും പ്രഗ്നന്റ് ആവുന്നത്. പക്ഷെ ഇതിൽ ദേവി പ്രഗ്നന്റ് ആവുന്ന ചാൻസ് ഒക്കെ വളരെ കുറവാണ്, ഒട്ടും ചാൻസ് ഇല്ല. അതുകൊണ്ട് എന്താകുമെന്ന് അറിയില്ല. ദേവിക്ക് ഇനി തിരിച്ചു വരാനുള്ള ഒരു സ്കോപ്പും മലയാളത്തിൽ കാണുന്നില്ല. തമിഴിൽ കുറച്ച് സാഹചര്യം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദേവി വീണ്ടും കയറി വന്നു. എന്തായാലും മലയാളത്തിൽ എന്താകുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ദേവി ആ ഒരു വിവാഹ മോചനത്തിനുള്ള നോട്ടീസ് വായിക്കുന്നത് മാത്രമായിട്ടോ. വേറെ ഒന്നും തന്നെ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും വീക്കെൻഡ് പ്രൊമോ വരുമായിരിക്കും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.